അപ്പം ഈ 9th ഫിസിക്സ് എന്ന് പറയുമ്പം ഇതിനകത്തുള്ള ഒരു ഒബ്ജക്റ്റ് അത് ടൈം അനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് മോഷനിലാന്ന് പറയും. രണ്ട് തരം മോഷനുണ്ട്, യൂണിഫോം മോഷനും ഉണ്ട്, നോൺ യൂണിഫോം മോഷനും ഉണ്ട്. ഇപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അതിന് യൂണിഫോം മോഷൻ എന്ന് പറയും. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അതിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. ഇവൻ രണ്ട് തരം, ഇനി അടുത്ത രണ്ട് ടേംസ് എന്ന് വെച്ചാൽ ഒന്ന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ കാണിക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി. ഈ ഒരു പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലേ ഇനിഷ്യൽ പൊസിഷൻ, ഇതല്ലേ ഫൈനൽ പൊസിഷൻ. ഈ രണ്ട് പൊസിഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് ഇപ്പം എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലോട്ട് തന്നെ വന്നു. അപ്പോൾ എ ടു ബി, ബി ടു എ, അതാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, രണ്ടും ഒരേ പൊസിഷനിൽ തന്നെയല്ലേ തിരിച്ചു വന്നത്, പോയടുത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഈ രണ്ടെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത് സ്പീഡും വെലോസിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഈ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇനിഷ്യലും ഫൈനലും പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ വെലോസിറ്റി നോക്കുള്ളൂ, ആ പാത്ത് നോക്കത്തില്ല. അപ്പം അത് ബൈ ടൈം ആയിരിക്കും വെലോസിറ്റി. ഓക്കെ, ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആയിരിക്കും. ആക്സിലറേഷൻ ഈ ഇക്വേഷൻ ഇപ്പം നോക്കണ്ട, ഇവിടെ ഞാൻ പറയുന്നുണ്ട്. ആക്സിലറേഷൻ പോസിറ്റീവ് എന്ന് പറയുമ്പം ഒബ്ജക്റ്റ് സ്പീഡിൽ പോകുന്നു, ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറയുമ്പം ഒബ്ജക്റ്റ് സ്ലോയിലാണ് പോകുന്നത്. ഇനി മൂന്ന് ഇക്വേഷൻ, ഇതെന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഉണ്ട്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം അത് നിർത്തുമ്പോൾ ഉള്ള വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയാണ്. ഇനിഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് യു, ഫൈനൽ വെലോസിറ്റിയാണ് വി. ടി എന്ന് പറയുന്ന ടൈം, എ എന്ന് പറയുന്ന ആക്സിലറേഷൻ, എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. V is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. ഇതാണ് 3 ഇക്വേഷൻ. അടുത്തത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ലോ പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലോ മോഷനിലോ ആണെങ്കിൽ ആ റെസ്റ്റിലോ മോഷനിലോ തന്നെ തുടരും അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത് വരെ. അതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ്സിനകത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പം നമ്മൾ ആ ബസ്സിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ ബസ് നിർത്തുമ്പം നമ്മുടെ ഇനേർഷ്യ വഴി നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും ടെൻഡൻസി. കാരണം നമ്മൾ ആ ബസ്സിൻ്റെ കൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് നിർത്തിയപ്പോൾ നമുക്ക് ആ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം, അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ആയുന്നത്. അത് ലോ ഓഫ് ഇനേർഷ്യ കാരണമാണ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. ഒരു ഓബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാസും ആക്സിലറേഷനും ആയിരിക്കും. അപ്പം ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പം ആക്സിലറേഷനും ഇൻക്രീസ് ചെയ്യും. ഇനി തേർഡ് ലോ പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ ലോ. ഈ ലോ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ഒരെണ്ണത്തിൽ കൊടുക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും നമുക്ക് അപ്ലൈഡ് ആവും. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു സാധനം തള്ളണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫ്രിക്ഷൻ ഈ തേർഡ് ലോ പ്രകാരം ഫ്രിക്ഷണൽ ഫോഴ്സ് തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇത് രണ്ടും ബാലൻസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ആ ഓബ്ജക്റ്റ് നീങ്ങാത്തത്. പക്ഷെ നമുക്ക് ആ ഓബ്ജക്റ്റിനെ നീക്കണമെങ്കിൽ എന്തോ ചെയ്യണം, നമ്മൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഓബ്ജക്റ്റിനെ നമുക്ക് നീക്കാൻ പറ്റുള്ളൂ. അവിടെ തേർഡ് ലോ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി മൊമെൻ്റം എന്ന് വെച്ചാൽ മാസിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ മൊമെൻ്റം എന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരു കൊളീഷൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ ടോട്ടൽ മൊമെൻ്റം സെയിം ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് തിയറി. അടുത്തത് ഗ്രാവിറ്റേഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു G(m1 m2 by r²). രണ്ട് ഒബ്ജക്റ്റിൻ്റെ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയണമെങ്കിൽ ആ രണ്ടിൻ്റെ മാസ് ഇപ്പോൾ ഇതിൻ്റെ മാസ് m1ഉം ഇതിൻ്റെ മാസ് m2ഉം ഇത് രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസും r ആണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു G(m1 m2 by r²). ഇനി ഒരു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുവാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് അണ്ടർ ഫ്രീ ഫോൾ എന്ന് പറയും.
ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി എന്ന് പറയുന്നത്, വിച്ച് ഈസ് 9.8 m/s² ഓൺ എർത്ത്. എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് ചേഞ്ച് ആവാം, കാരണം എർത്തിലാണ് ഈ സാധനം. ഈ ഗ്രാവിറ്റി നമ്മുടെ മൂണിലോ അല്ലെങ്കിൽ വേറെ പ്ലാനറ്റ്സിലോ വേറെയാണ്, അതുകൊണ്ട് ഈ വാല്യൂവും വേറെ ആയിരിക്കും. എർത്തിൽ ജി ഈസ് ഈക്വൽ ടു 9.8 m/s². ഇനി മാറ്റർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. മാറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഓബ്ജക്റ്റിനകത്തുള്ള ആറ്റംസോ മോളിക്യൂൾസോ എന്താണോ ആ ഓബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണല്ലോ മാറ്റർ എന്ന് പറയുന്നത്. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിൻ്റെ ഇക്വേഷൻ ഇസ് mg. എം എന്ന് പറയുന്ന മാസ്, ജി എന്ന് പറയുന്നത് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഈ വെയിറ്റ് എല്ലാ പ്ലാനറ്റിലും വേറെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ജി അവിടെ വ്യത്യാസമായിരിക്കും. ജി വ്യത്യാസം വരുമ്പം ഡബ്ല്യൂയും വെയിറ്റ്, പക്ഷേ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ജി എർത്തിൽ 9.8 m/s². അതുകൊണ്ട് എർത്തിൽ എവിടെയും വെയിറ്റ് സെയിം ആയിരിക്കും. പക്ഷേ സെയിം സാധനം നമ്മൾ വേറൊരു പ്ലാനറ്റിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ജി വ്യത്യാസമായതുകൊണ്ട് വെയിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബോയൻസിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴോട്ട് പ്രഷർ എടുത്ത് പോകുമ്പം ആ ഒബ്ജക്റ്റിന് മേളിലോട്ടൊരു ലിക്വിഡിനകത്തോട്ട്, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബക്കറ്റിനകത്തോട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ താക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്ത് മേളിലോട്ട് ഇങ്ങനെ ആക്കാൻ നമുക്ക് ശ്രമിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബി ഈക്വൽ ടു ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അതായത് നമ്മളൊരു കല്ല്, വലിയൊരു പാറക്കല്ലെടുത്ത് ഇങ്ങനെ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്തിടുമ്പം ആ പുറത്ത് തെറിക്കുന്ന വെള്ളം എന്ന് പറയുന്ന ഇട്ട കല്ലിൻ്റെ അത്രയും ഭാരമുള്ളതായിരിക്കും കുറച്ച് തെറിക്കുന്നത്. അതായത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോഴ്സ് അങ്ങോട്ടിട്ടു, അതിൻ്റെ പുഷ് മേളിലോട്ട് ഇങ്ങനെ കൊടുത്തു, വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഇനി വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് വെച്ചാൽ W ഇസ് ഈക്വൽ ടു F ഇൻറ്റു D ഇൻറ്റു കോസ് തീറ്റ. D എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, F എന്ന് പറയുന്നത് ഫോഴ്സ്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ് if ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി വർക്ക് ഡൺ 0 ആണ്, ഒരു വർക്കും ചെയ്തില്ല എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ, ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ. എക്സാമ്പിൾ, ഒരു വോൾ നമ്മൾ വെറുതെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല, ആ വോൾ ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താ, വർക്കൊന്നും നമ്മൾ ചെയ്തില്ലെന്നർത്ഥം. ഇനി പലതരം എനർജികളുണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv², പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. ഈ രണ്ട് എനർജിയും നമുക്ക് ഡാമിൽ കാണാൻ പറ്റും. അതായത് ഒരു ഡാമിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചേക്കുക, അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജിയെ ഡാം തുറന്നു വിടുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ്. ഇനി സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വേവിൻ്റെ മീഡിയത്തിനെയാണ് നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് സൗണ്ടിൻ്റെ ലൗഡ്നെസ് കൂടും, അല്ലെങ്കിൽ ഒരു പിച്ച് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി കൂടും. അപ്പം ഇങ്ങനെ മെക്കാനിക്കൽ വേവാന്ന് പറഞ്ഞില്ല. അപ്പം ഇങ്ങനത്തെ രണ്ട് വേവിൻ്റെ മേളത്തെ ഈ വേവിൻ്റെ ഇടയിലുള്ള ലെങ്ത്തിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ വന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി, അപ്പോൾ ഇതിനെ നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അത് 0.1 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അത് വരുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് 343 m/s². സോറി, സെക്കൻഡ് അല്ല, 343 m/s ആണ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. ഇനി അടുത്തത് നമുക്ക് കെമിസ്ട്രിയും കൂടി നോക്കാം. കെമിസ്ട്രി എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് മാറ്റർ എന്ന് പറയുന്നത് ഒരു എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്കുപ്പൈ സ്പേസ് ഇസ് കോൾഡ് എ മാറ്റർ. മാറ്റർ 3 തരമുണ്ട്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ്സിന് നിങ്ങൾക്കറിയാം ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും, ഒരു വോളിയം കാണും. ലിക്വിഡ്സിന് നോ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഒരു വോളിയം കാണും. ഗ്യാസിന് നോ ഡെഫിനിറ്റ് ഷേപ്പ് നോ ഡെഫിനിറ്റ് വോളിയം. ഇത് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, ഇത് ലൂസ്ലി പാക്ഡ് ആയിരിക്കും, കുറച്ചുകൂടി ലൂസ് ആയിരിക്കും. ഇത് നല്ല ലൂസ്ലി പാക്ഡ് ആയിരിക്കും അതിൻ്റെ മോളിക്യൂൾസ്. അടുത്തത് സോളിഡ് മെൽറ്റ് ആകുമ്പം ലിക്വിഡ് ആവും, ലിക്വിഡ് ബോയിൽ ആകുമ്പം ഗ്യാസ് ആവും, ഗ്യാസുകൾ കണ്ടൻസ് ചെയ്യുമ്പം ലിക്വിഡ് ആവും. സോളിഡ് സബ്ലിമേഷൻ വഴി ഗ്യാസ് ആവും. സോളിഡ് അതായത് ഡയറക്റ്റ്ലി ഗ്യാസ് ആവും. അതിന് എക്സാമ്പിളാണ് കർപ്പൂരം കത്തിക്കുന്നു. അപ്പോൾ എന്താവുന്നത്, ഡയറക്റ്റ്ലി ഗ്യാസ് അല്ലേ ആവുന്നത്, അത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. 2 തരം സബ്സ്റ്റൻസുകളുണ്ട്, പ്യുവർ സബ്സ്റ്റൻസുകളും ഉണ്ട്, മിക്സ്ചേഴ്സും ഉണ്ട്. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എലിമെൻറ്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്. എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ, ഓക്സിജൻ, അതൊക്കെ എലിമെൻറ്റ്സാണ്. കോമ്പൗണ്ട്സ് വെച്ചാൽ എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ്. ഇപ്പം നൈട്രജൻ ഡയോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊക്കെ കോമ്പൗണ്ട്സ് ആണ്. മിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചറും ഉണ്ട്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ യൂണിഫോമിലായിട്ട് മിക്സ് ആവുന്നു, അതായത് ഇപ്പം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കലക്കി.
ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ മണ്ണിനകത്തോട്ട് നമ്മൾ അരി വാരിയിട്ടു, അത് ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഇനി സെപ്പറേഷൻ, ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഫിൽട്രേഷൻ മെത്തേഡുണ്ട്, അരിച്ച് കളയാം. ഇവോപ്പറേഷൻ മെത്തേഡുണ്ട്, അതായത് ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ അതിനെ ഇവോപ്പറേറ്റ് ചെയ്യുക, അപ്പം ആ സോൾട്ട് അവിടെ ബാക്കി കിടക്കത്തില്ലേ, അത് ഇവോപ്പറേഷൻ മെത്തേഡാണ്. ഡിസ്റ്റിലേഷൻ മെത്തേഡുണ്ട്, അതായത് ബോയിലിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ലിക്വിഡ് മിക്സ് ആയിപ്പോയി, 2 ലിക്വിഡ് മിക്സാണ്, അപ്പോൾ അതിനകത്ത് ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം ആ ഒരു ബോയിലിംഗ് പോയിന്റ് എത്തുമ്പം അത് നമുക്ക് ഇങ്ങനെ ഫിൽട്ടർ ട്യൂബ് വെച്ച് മാറ്റാൻ പറ്റും. മറ്റേതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അത് കഴിഞ്ഞായിരിക്കും വരുന്നത്, അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അടുത്തത് അങ്ങനെ മാറ്റാൻ പറ്റും. അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ക്രൊമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ആറ്റം. ആറ്റം എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എൻ എലിമെൻറ്റ് ഇസ് കോൾഡ് ആൻ ആറ്റം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ എച്ച് ആറ്റം അല്ലെങ്കിൽ ഓക്സിജൻ്റെ O ആറ്റമാണ്. ഇനി ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം അതിനെ കുറച്ച് ലോസ് ഫോളോ ചെയ്തിട്ടാണ് ആ റിയാക്ഷൻസ് എപ്പോഴും നടക്കുന്നത്. അതിൽ ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് എപ്പോഴും കൺസേർവ് ചെയ്യും, അതായത് മാസ് അവിടെ ചേഞ്ച് ആവില്ല. മാസ് ഇസ് കൺസേർവ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോസിഷൻ, അതായത് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പം എലിമെൻറ്റ്സ് എപ്പോഴും കമ്പൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, എലിമെൻറ്റ്സ് എപ്പോഴും കമ്പൈൻ ചെയ്യുന്നത് ഒരു റേഷ്യോയിലെ എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുള്ളൂ. അടുത്തത് ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സിജൻ്റെ OO പോലുള്ള ഇങ്ങനെയുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടല്ലേ ഓക്സിജൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വാട്ടർ ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എ മോൾ? ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആറ്റംസ് ഓഫ് എ സബ്സ്റ്റൻസ്. അതിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഈ നമ്പറിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയും. ഇനി അറ്റോമിക് സ്ട്രക്ചർ. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പല സയൻറ്റിസ്റ്റുകളും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഡാൽട്ടൺസ് അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, തോംസൺസ് ഉണ്ട്, റൂദർഫോർഡ് ഉണ്ട്, ബോർ ഉണ്ട്. ഡാൽട്ടൺസ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആറ്റം ഇൻഡിവിസിബിൾ ആണ്, അതിന് വേറെ പാർട്ടിക്കിൾസ് ഇനി ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയായിരുന്നു. ഇത് ഡിസ്പ്രൂവ് ചെയ്തതാണ്. തോംസൺസ് അറ്റോമിക് സ്ട്രക്ചർ വെച്ചിട്ട് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള സ്പിയറിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ പ്ലം പുഡിങ് പോലെ റേസിൻസ് പോലെ ഇങ്ങനെ വിതറിയിട്ടേക്കുന്നു എന്നാണ് പുള്ളിയുടെ പ്രപ്പോസൽ. റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ അനുസരിച്ച് നടുക്കൊരു ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ്. ബോറിൻ്റെ അറ്റോമിക് മോഡൽ അനുസരിച്ച് ഈ ഇലക്ട്രോൺസ് ഒരു ഫിക്സ്ഡ് ഷെല്ലിനകത്ത്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഫിക്സ്ഡ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽസിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് ബോർ പറഞ്ഞത്. ന്യൂക്ലിയസിനകത്ത് ഇപ്പം ഒരു ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺസും ഒരു ചാർജും ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോൺസുമാണ് ഉള്ളത്. ചുറ്റുമുള്ളതിനെയാണ് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന് അറ്റോമിക് നമ്പർ ഉണ്ട്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ Z. മാസ് നമ്പർ ഉണ്ട്, അതിന് A എന്ന് പറയും. അതായത് എത്ര പ്രോട്ടോൺസ് ഉണ്ട് പ്ലസ് എത്ര ന്യൂട്രോൺസ് ഉണ്ട്, അതിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഏകദേശം ഇതിനകത്ത് 9th ഉള്ളത്. ഇത്രയേ ഉള്ളൂ.